ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? കുറേ ദിവസമായി എൻ്റെ അക്വേറിയം ചീത്തയായിരുന്നു. അങ്ങനെ ഞാനതിനെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി പൂളൊക്കെ സെറ്റാക്കി കല്ലുകളൊക്കെ ഇട്ടു. 2 ഡോളിനെയൊക്കെ വാങ്ങിച്ച് അതിനകത്തൊക്കെ ഇട്ടാക്കി. പിന്നെ ഈ പൂക്കളിൽ ഹോളുകൾ കാണുന്നത് അതിനകത്ത് ഈ കുട്ടികൾ പോയി പ്രസവിച്ച് കുഞ്ഞുങ്ങൾ അതിനകത്ത് ഒളിച്ചിരിക്കുമെന്നാണ് പറയുന്നത് കുറേ ദിവസം. എന്നിട്ടേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഹോളുകൾ കൂടുതലുള്ള പൂക്കൾ മേടിച്ചു. അങ്ങനെ ഒരു വള്ളമൊക്കെ വാങ്ങിച്ച് 2 ഡോളിനെയൊക്കെ വെച്ച് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡോളിനെ. അതിനോട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് മീനിനോട് പറയും, എൻ്റെ ഡോളിനെ നീ കൊത്തരുത് കേട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ വെള്ളമൊക്കെ നിറച്ച് കുറേ നേരം വെള്ളം നിറച്ചിട്ട് ഞാനിങ്ങനെ അക്വേറിയം ഇങ്ങനെ കാലിയാക്കി വെക്കാറുണ്ട്. അതായത് വെള്ളം മാത്രമായിട്ട് വെക്കാറുണ്ട്, ഫിഷിനെ ഇടാതെ. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ക്ലോറിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ സമയം ഇങ്ങനെ വെക്കുമ്പോൾ അതങ്ങ് പോകും. ക്ലോറിൻ വെള്ളമല്ല, ഞങ്ങൾക്കിവിടെ കാവേരി വെള്ളമാണ് വരുന്നത്. അങ്ങനെ ഞാൻ ഒരു 2 താമരച്ചട്ടിയുണ്ട് എനിക്ക് കേട്ടോ. പിങ്ക് താമരയും ഒരു നീല താമരയുണ്ട്. അങ്ങനത്തെ രണ്ടിനകത്താണ് എൻ്റെ ഗപ്പി ഇപ്പോൾ കിടക്കുന്നത്. ഞാൻ അക്വേറിയം ക്ലീൻ ചെയ്യുന്ന ദിവസം ഇതിനകത്ത് രണ്ടിനകത്തുമാണ് ഇടുന്നത് മീനുകളെയെല്ലാം. എന്നിട്ട് 2 ദിവസം അവരതിനകത്ത് കിടക്കും. എന്നിട്ട് എൻ്റെ മോള് പറയുമ്പോൾ നമുക്ക് പാർക്കിൽ പോകാമല്ലോ കളിക്കാമെന്ന്. പിന്നെ ഞാൻ അതിനെ ഓരോന്നിനെ പിടിച്ചെടുത്ത് കുറേ കുഞ്ഞു മീനും വലിയ മീനും ഒക്കെ വന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് പിടിച്ചെടുത്ത് അക്വേറിയത്തിലിട്ട്. ശരിക്കും ഇതിനെ കൈകൊണ്ട് പിടിക്കാൻ പാടില്ല, അതിൻ്റെ ബോൺസ് എല്ലാം ഒടിയുമെന്നാണ് എൻ്റെ മോൻ പറയുന്നത്. അവനിങ്ങനെ ഓരോന്നെല്ലാം അവിടുന്ന് ഇവിടുന്നോ കണ്ട് എല്ലാത്തിനും ഫിഷിനെ പറ്റി ഭയങ്കര അറിവാണ്. പിന്നെ അങ്ങനെ ഞാൻ എല്ലാത്തിനെയും പിടിച്ചിട്ട് ഇത് പലതരത്തിൽ ഗപ്പീസ് ഉണ്ട് കേട്ടോ. എനിക്കൊന്നിൻ്റെ പേരറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങൾക്കും അറിയാമല്ലോ ഇത് ഏതാ എന്താണെന്നൊക്കെ. പിന്നെ അങ്ങനെ എല്ലാത്തിനും ഇട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതുങ്ങളെ കാണാൻ. പലരും ഇവിടെ വന്നിട്ട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇത് ഫൈറ്ററിൻ്റെ ആണോ? ഞാൻ പറഞ്ഞു ഫൈറ്ററല്ല, ഗപ്പി തന്നെയാണ്. പക്ഷേ ഫൈറ്ററിനെപ്പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇവരിതാ നല്ല സന്തോഷത്തോടെ അതിനകത്ത് ഓടിക്കളിക്കുക കേട്ടോ. ഈ ഇടയ്ക്ക് ഡോളിനെ എല്ലാം പോയി ഇവർ പൊട്ടിച്ച് അതിനോട് കളിക്കാറൊക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് ചില സമയത്ത് ഇതുങ്ങളുടെ കളിയെല്ലാം കാണാൻ. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഇതുങ്ങളുടെ കൂട്ടത്തിലാണ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്. വള്ളത്തിനകത്തൊക്കെ പോയിരിക്കും, ഡോളിനെ കൊത്തും. നല്ല ഭംഗിയാണ് ഇതുങ്ങളെ കാണാൻ കേട്ടോ. പിന്നെന്താ പറയുന്നത്, അങ്ങനെ ഞാൻ ഫുള്ള് സെറ്റാക്കി അക്വേറിയം മൂടിയെല്ലാം വെച്ച് മൂടി. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കുറേ ദിവസമായി ഞാൻ അക്വേറിയത്തിൻ്റെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴാണ് നടന്നത്. താങ്ക് യു.